മഴ ശമിച്ചപ്പോൾ പുല്ലരിയിൽ സമാധാനം വന്നു എന്നെല്ലാവരും കരുതി. പക്ഷേ ചില നിശബ്ദതകൾ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണല്ലോ. ഒരു സാധാരണ സ്ഥലമളക്കാനുള്ള യാത്രയായിരുന്നു അത്. ആക്രമിക്കപ്പെടുമെന്ന് ജിമ്മി സ്വപ്നേവി കരുതിയതേയില്ല. ഇത് നാം വെടുക്കുന്ന പ്രണയം ഭാഗം 33. ജിമ്മിയെ തേടി ആരോ നിന്നിരുന്നു. മുന്നിൽ നിന്നവരല്ല അപകടം, പിന്നിൽ നിന്നവനാണ്. മഴക്കാലം പുല്ലരിയിൽ കുറേയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. എന്നാലും ഈ വർഷം ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ആരെയും പുഴയിലൂടെ ഒഴുക്കി കൊണ്ടുപോയില്ല. ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന അത്രയും വലിയ നഷ്ടം മറ്റൊന്നുമില്ലല്ലോ. ഉരുൾപൊട്ടലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് പരിഹരിച്ച് കഴിഞ്ഞ മട്ടാണ്. വീട് പോയവർക്ക് എല്ലാവരും കൂടി ചേർന്ന് വീടുകൾ താൽക്കാലികമായി ഉണ്ടാക്കിക്കൊടുത്തു. അതിൽ അവർ താമസവുമായി. മിക്കവാറും പേർക്കും സ്വത്ത് നാശത്തിനും കൃഷിനാശത്തിനുമൊക്കെയുള്ള നഷ്ടപരിഹാരവും വില്ലേജിൽ നിന്നും വാങ്ങിക്കൊടുത്തു. ജിമ്മിക്കാണെങ്കിലും ഇപ്പോൾ കുറച്ച് സമാധാനമായിരുന്നു. തിരക്കുകൾ കുറച്ച് കുറഞ്ഞു. റോസി മാഡത്തിന് പകരം വന്ന സതീശൻ വളരെ ആക്റ്റീവായി എല്ലാ കാര്യത്തിലും ജിമ്മിക്കൊപ്പം ഉണ്ടായിരുന്നു. അവൻ്റെ വരവോടുകൂടി ജിമ്മിയുടെ ജോലിഭാരം ഏതാണ്ട് 4/1 കുറഞ്ഞു. പുല്ലരിയിൽ കാലവർഷ മഴ ഏകദേശം ശമിച്ചു. അതുകൊണ്ട് ഇനി വീട് പണി തുടർന്നാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ജിമ്മി. അതിനു വേണ്ട കോൺട്രാക്ടർമാരെയും മറ്റ് ആളുകളെയും ഒഴിവു സമയങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടുവരുന്നു. മഴ എന്നാൽ തീർത്തും മാറിയിട്ടില്ലായിരുന്നു. മഴ കുറഞ്ഞു നിൽക്കുന്ന ഈ സമയമാണ് പണിക്ക് ഏറ്റവും നല്ലത് എന്നാണ് വിദഗ്ധരായ പലരുടെയും അഭിപ്രായം. അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള സമയത്ത് നിർമ്മാണം നടത്തിയാൽ അത് നല്ലതാണെന്നാണ് അറിവ്. അത്രയൊന്നും വിദഗ്ധരായ ആളുകൾ പുല്ലരിയിലില്ലെങ്കിലും നിർമ്മാണ മേഖലയിൽ കുറേ കാലമായി ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. പകർന്നു കിട്ടിയ അനുഭവജ്ഞാനം വളരെ പ്രധാനം തന്നെയാണ്. അവരുടെ അനുഭവ സമ്പത്തും ജിമ്മിയുടെ ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരു ഭവനമുണ്ടാക്കാൻ കഴിയും എന്നതാണ് അയാളുടെ ആത്മവിശ്വാസം. നായ്ക്കയം ഭാഗത്ത് ദർഖാസ് ലഭിച്ച ആളുകളിൽ നിന്നും സ്ഥലം വിലക്ക് വാങ്ങിയ 2-3 പ്ലോട്ടുകൾ അളന്നു കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ആളുകൾ കുറേ ദിവസങ്ങളായി വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അളന്ന് സർവേ പ്ലാനും ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് ആ സ്ഥലം ആധാരം ചെയ്തു വാങ്ങാൻ കഴിയുകയുള്ളൂ. അതാണ് അവരുടെ തിരക്കിന് കാരണം. അവരിൽ പലർക്കും അടുത്ത സീസണിൽ വീട് വയ്ക്കാനുള്ളതാണ്. അളന്നു കൊടുക്കാൻ വൈകിയാൽ ചിലപ്പോൾ അടുത്ത സീസണിലെ വീട് വയ്ക്കൽ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് ആ സ്ഥലം അളക്കാൻ അന്ന് വൈകുന്നേരം തന്നെ പോകാം എന്ന് ശങ്കരനോട് ജിമ്മി പറഞ്ഞു. ഒരു നാഴിക മുമ്പേ ചെയ്യാനുള്ളത് ചെയ്തു കൊടുത്താൽ അവർ വല്ല ലോണുമാക്കി വീട് വെച്ചുകൊള്ളുമല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ സാറേ? നാളെ ലീവാണ്. നമുക്ക് തിങ്കളാഴ്ച പോയി അളന്നാൽ പോരെ? ഇന്ന് എനിക്ക് വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ശങ്കര? അവർ പാവങ്ങളല്ലേ? അവരുടെ കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? കയ്യിൽ കാശ് കരുതി വെച്ചുകൊണ്ട് വീട് പണിയുന്നവരല്ല അവർ. ബാങ്കുകാർ കനിഞ്ഞാലേ വീട് പണി നടക്കുകയുള്ളൂ. നമ്മുടെ അമാന്തം കാരണം അവർക്ക് അടുത്ത സീസണിൽ വീട് വയ്ക്കാൻ കഴിയാതെ പോയാൽ അത് നമ്മളുടെ കുറവാകില്ലേ എന്ന് വിചാരിച്ചാണ് ഇന്ന് തന്നെ പോകാമെന്ന് ഞാൻ പറഞ്ഞത്. 2 ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. തിങ്കളാഴ്ച നമുക്ക് വൈകുന്നേരം പോയാൽ പോരെ?
പൊതുവെ ഒരു കാര്യത്തിലും മടി പറയാത്ത ശങ്കരൻ അങ്ങനെയൊരു നിർദ്ദേശം വെച്ചപ്പോൾ അത് അംഗീകരിക്കുന്നതാണ് ബുദ്ധി എന്ന് ജിമ്മിക്കും തോന്നി. അങ്ങനെ തുടർന്നു വന്ന 2 ദിവസങ്ങൾ തൻ്റെ വീടിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാനും കോൺട്രാക്ടർമാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമെല്ലാമായി ജിമ്മി ചിലവാക്കി. വീട് പണി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായി. കോൺട്രാക്ടറെയും തീരുമാനിച്ചു. പുല്ലരിക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന തെങ്ങനാക്കുന്നേൽ മാർട്ടിനാണ് കരാറുകാരൻ. കരാർ തുക പറഞ്ഞു ഉറപ്പിക്കുകയും ചെയ്തു. പണി സംബന്ധമായ വ്യവസ്ഥകൾ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി. തുക കൈമാറുന്നത് സംബന്ധിച്ച കാര്യവും തീരുമാനമാക്കി. ഒഴിവു ദിവസങ്ങളായിരുന്നെങ്കിലും പടവിലേക്ക് പോവുകയോ അവിടെയുള്ളവരെ കാണുകയോ ചെയ്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടും ആരും വന്നതുമില്ല. ഇങ്ങോട്ട് വരണമെന്നും കാണണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല. ഒരു കാര്യവുമില്ലാതെ എങ്ങനെയാണ് അങ്ങോട്ട് ചെല്ലുക? എന്തെങ്കിലും കാരണമുണ്ടായിരുന്നെങ്കിൽ പോകാമായിരുന്നു. കുറച്ച് സമയം വർത്തമാനം പറയുകയും ചെയ്യാം. ഒഴിവുള്ളപ്പോൾ ജിമ്മിക്കും ആഗ്രഹമൊക്കെ തോന്നും. പക്ഷേ ആർക്കും ഒരു ബുദ്ധിമുട്ടാകുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. ജോലി കഴിഞ്ഞു പോയപ്പോൾ അപ്പച്ചൻ ചേട്ടൻ കടയിലിരിക്കുന്നത് കണ്ടെന്ന് മാത്രം. കടയിൽ കയറി ചെന്നാണ് വാടകയും കൊടുത്തത്. ഇതുവരെയും വാടക ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ശമ്പളം കിട്ടിയാൽ അന്ന് തന്നെ മടങ്ങി വരുന്ന വഴി കടയിൽ കയറി വാടക കൊടുക്കും. അതാണ് ജിമ്മിയുടെ രീതി. അപ്പച്ചൻ ചേട്ടനും അതും വലിയ ഇഷ്ടമാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരായിരിക്കണം ചെറുപ്പക്കാർ എന്നതാണ് അപ്പച്ചൻ ചേട്ടൻ്റെ തത്വശാസ്ത്രം. തിങ്കളാഴ്ച റോസിമാഡം വിളിച്ചിരുന്നു. എല്ലാവരെയും പ്രത്യേകം അന്വേഷിച്ചു. ഇപ്പോഴത്തെ അവരുടെ ജോലിസ്ഥലം വീടിന് വളരെ അടുത്താണ്. വളരെ സുഖകരമായ സ്ഥലം എന്നാണ് പറഞ്ഞത്. ഏതായാലും ആൾ വളരെ സന്തോഷത്തിലാണ്. വിവാഹാലോചനയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് വീട്ടുകാർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കൂടുതലൊന്നും ചോദിച്ചില്ല. എല്ലാവരുടെയും വിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞുറപ്പിച്ചതുപോലെ തിങ്കളാഴ്ച വൈകുന്നേരം ദർഖാസ് സ്ഥലം അളക്കാൻ പോകാനായി വാഹനവുമായി അവർ വന്നു. 3 പ്ലോട്ടുകളാണ് അളക്കേണ്ടത്. 80 സെൻറ്റ് വീതമുള്ള 3 കഷ്ണങ്ങൾ. പൊതുവെ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമായതുകൊണ്ട് വളരെയധികം സമയമൊന്നും അതിനായി വേണ്ടി വരില്ല എന്നതുകൊണ്ട് ഓഫീസിലെ ജോലികൾ തീർത്ത് ഓരോ ചായയും കുടിച്ചതിന് ശേഷം 4 മണിക്ക് ശേഷമാണ് അവർ പുറപ്പെട്ടത്. 5 മണിയോടുകൂടി അവിടെ എത്തി. വളരെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. എങ്കിലും പണി തീർന്നപ്പോഴേക്കും ഇരുട്ടായി. സർവേ പ്ലാനിന് വേണ്ട കാര്യങ്ങളെല്ലാം കുറിച്ചെടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് പ്ലാൻ കൊടുക്കാം എന്ന് അവരോട് പറഞ്ഞു. അവർ കൊടുത്ത ചായയും ചെറുകടിയും കഴിച്ച് ശങ്കരനെയും കൂട്ടി അങ്ങോട്ട് അവരെ കൊണ്ടുപോയ അതേ വണ്ടിയിൽ തന്നെ അവിടെ നിന്നും തിരിച്ചു പുറപ്പെട്ടു. അവിടെ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു കാണും. തീരെ ആൾതാമസമില്ലാത്ത ഒരു പ്രദേശത്ത് 3 പേർ വാഹനത്തിന് കൈ കാണിച്ചു. ഡ്രൈവർ വാഹനം നിർത്താൻ ഒന്നും മടിച്ചെങ്കിലും അവർ തൊട്ടു മുമ്പിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നിർത്താതിരിക്കാനും നിർവാഹമില്ലായിരുന്നു. വാഹനം നിർത്തിക്കഴിഞ്ഞപ്പോൾ അവരിലൊരുത്തൻ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, "എവിടെയാണടാ കൃത്യമായി നിയമം പാലിക്കുന്ന ആ വില്ലേജ് ഉദ്യോഗസ്ഥൻ? അവനെ ഒന്ന് കാണാനാ ഞങ്ങളിവിടെ നിന്നത്. ഇറക്കി വിടുന്നുണ്ടോ അവനെ, അതോ ഞങ്ങൾ അവനെ വലിച്ചിറക്കണോ?" കാര്യം പന്തി അല്ല എന്ന് ജിമ്മിക്ക് തോന്നി. എന്നാലും വാഹനത്തിനുള്ളിലിരുന്നത് കൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. വരാനുള്ളത് വരാതിരിക്കില്ല.
അവർക്ക് കാണേണ്ടത് തന്നെ ആയിരിക്കുമല്ലോ. ജീപ്പ് ഡ്രൈവർ അടക്കം ജീപ്പിൽ 4 പേരുണ്ട്. എല്ലാവരും ഒത്തുനിന്നാൽ ഈ 3 പേർ ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഒത്തു നിൽക്കുമോ എന്നതാണ് പ്രശ്നം. ശങ്കരനാണെങ്കിൽ അപാര പേടിയാണ്. അയാൾ ഓടാൻ തയ്യാറായി തക്കം നോക്കി നിൽക്കുകയാണ്. ഈ രാത്രി ഇപ്പോൾ അറിയാത്ത ഈ സ്ഥലത്ത് എവിടേക്ക് ഓടാനാണ്? ഓടിയാലും രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല. അവന്മാർ ഈ നാട്ടുകാരാണ്. അവർ പുറകെ എത്തിപ്പിടിക്കും. അപ്പോൾ പിന്നെ അതിലും നല്ലത് ഓടാതിരിക്കുന്നത് തന്നെയാണ്. ഏതായാലും ജിമ്മി ധൈര്യപൂർവ്വം പുറത്തേക്കിറങ്ങി. ഉറച്ച കാൽവയ്പ്പുകളോടെ തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ധൈര്യസമേതം അവരോട് ചോദിച്ചു, ഞാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ? എന്നെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്നെപ്പോലെ വേറെയും ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് കാണേണ്ടത് ആരാണെന്ന് അറിയണം. അതെ, നിന്നെ തന്നെ. നിന്നെ ശരിക്കും ഒന്ന് കണ്ടിട്ട് തന്നെയേ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നും വിടൂ. നിനക്ക് ഞങ്ങളെ ശരിക്കറിയില്ല. അതിന് കുഴപ്പമില്ല, ഇന്ന് ശരിക്കും അറിയിച്ചു തരാം. അവർ നിൽക്കുന്നത് ഇരുട്ടിലാണെങ്കിലും ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ അവർക്ക് ജിമ്മിയെ നന്നായി കാണാം. അപ്പോൾ എന്നെ കണ്ടല്ലോ, ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ. വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അതല്ല, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമാക്കിക്കൂ. എന്തിനും ഞാൻ തയ്യാർ. വർഷങ്ങൾക്ക് മുൻപ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പഠിക്കാൻ പോയതാണ് കരാട്ടെ. ഫീസ് കൊടുത്തതും അവൻ തന്നെ, മറ്റ് ചിലവുകൾ വഹിച്ചതും അവൻ തന്നെ. ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നതുവരെ ജിമ്മി പഠനം തുടർന്നതാണ്. നല്ല നിലയിൽ പരിശീലനം തുടരുന്നുമുണ്ട്. ക്വാർട്ടേഴ്സിലെ പരിമിതമായ സൗകര്യത്തിൽ കഴിയാവുന്നതുപോലെയൊക്കെ ഇപ്പോഴും പരിശീലിക്കാറുണ്ട്. അതുകൊണ്ട് ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം 3-4 ആളുകൾ എന്നത് ഒരു പ്രശ്നമേ അല്ല. നേർക്കുനേർ വരുന്ന എന്തും വളരെ ലളിതമായി അയാൾ കൈകാര്യം ചെയ്യും. ആദ്യമായി മുന്നോട്ട് വന്ന തടിയൻ എവിടെ പോയി വീണു എന്നുപോലും മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അത്ര വേഗത്തിലായിരുന്നു ജിമ്മിയുടെ നീക്കം. അത് കണ്ടിട്ട് പോലും ബാക്കിയുള്ളവന്മാർക്ക് പേടി വന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. രണ്ടാമത് വന്നവൻ്റെ അവസ്ഥയും തഥൈവ. പക്ഷേ അവൻ ചെന്നു വീണത് മറുവശത്തേക്കാണെന്ന് മാത്രം. അല്പസമയം കൂടി അതേ ചുവട്ടിൽ തന്നെ ജിമ്മി ഉറച്ചു നിന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് കറങ്ങി നോക്കി. ആരും വരുന്നത് കാണുന്നില്ല. 3 പേർ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഇറങ്ങിയപ്പോൾ തോന്നിയിരുന്നു. 2 പേരേ ഉള്ളൂ. ഇനി ആർക്കാണ് നിയമം പാലിക്കുന്ന ഉദ്യോഗസ്ഥനെ കാണേണ്ടത്? ധൈര്യമായി വരണം. കണ്ടിട്ട് എത്രയും വേഗം തിരിച്ചു പോകണം. ഞങ്ങൾക്കും വീട്ടിൽ പോകണം. ഉച്ചത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും ആരും മറുപടി പറയുന്നില്ല. ഇനി മിക്കവാറും ആരും കാണില്ല. വീണവന്മാർ എഴുന്നേൽക്കാൻ കുറച്ച് സമയം താമസിക്കും. പിന്നീട് ആരുമില്ല എന്ന തോന്നലിൽ തിരിഞ്ഞതും പുറകിൽ നിന്നും തലയ്ക്ക് തന്നെ ഒരടി. ചതിവ് എവിടെയുമുണ്ടല്ലോ. നേരെ നിന്ന് വിജയിക്കാൻ കഴിയില്ലെങ്കിൽ ചതിയിലൂടെയാണെങ്കിലും വിജയിക്കുക എന്നത് ചിലരുടെ ഒരു പഠിപ്പാണ്. എന്നാൽ അവർ വിജയിക്കുമോ? പിന്നിൽ നിന്നും കിട്ടിയ ആ അടിക്ക് ശേഷം എന്തു സംഭവിച്ചു കാണും? ആക്രമണത്തിന് പിന്നിൽ ആരായിരിക്കും? ഇത് വെറും ഒരു ഭീഷണിയോ അതോ വലിയ ഒരു ഗൂഢാലോചനയോ? കാണാം അടുത്ത ഭാഗത്തിൽ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.